ഒരു വ്യക്തി യാത്ര പോവുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ രീതി, അവൻ യാത്ര പോകുന്ന വേളയിൽ പ്രയാസമുള്ള യാത്രയാണെങ്കിൽ അവൻ കഴിവിന്റെ പരമാവധി നോമ്പ് നോക്കാതിരിക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. യഥാർത്ഥത്തിൽ പലരും പ്രയാസപ്പെട്ടാലും വിരോധമില്ല, നോമ്പ് പിടിക്കുക എന്ന് തീരുമാനിച്ചുകൊണ്ട് റമദാൻ മാസത്തിൽ യാത്ര ചെയ്യുന്ന വേളയിൽ നോമ്പ് പിടിക്കാറുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അങ്ങനെ ചെയ്യരുത്. മറിച്ച് പ്രയാസമുള്ള സന്ദർഭത്തിൽ മക്ക ഫതഹിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രയാസമുണ്ടായ സന്ദർഭത്തിൽ പ്രയാസമുള്ളവർ നോമ്പ് മുറിക്കുന്ന കാണാതിരുന്നപ്പോൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് വെള്ളം കുടിച്ച് കാണിച്ചു കൊടുത്തു. റമദാൻ മാസത്തിലായിരുന്നു മക്ക ഫതഹ് അഥവാ മക്ക റിപ്പബ്ലിക് നടന്നത്. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഏറ്റവും നല്ലത് യാത്ര പോകുന്ന വേളയിൽ നാം പ്രയാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നോമ്പ് മുറിക്കുക എന്നതാണ്. നോമ്പ് നോറ്റാൽ വിരോധവുമില്ല. ഹംസത്ത് ഇബ്നു അംർ അൽ-അസ്ലമി എന്ന സഹാബിയെ തൊട്ട് ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് മദീനയിൽ വിവരിക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം അജിദു മിന്നി ഖുവ, എനിക്ക് നല്ല കഴിവും കൽപ്പുമുണ്ട് എന്ന് റസൂലുള്ളാഹിയോട് അദ്ദേഹം പറയുകയാണ്. നോമ്പ് പിടിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും യാത്രയിൽ. അപ്പോൾ ഞാൻ നോമ്പ് പിടിക്കണോ? ഫഹൽ അലയ്യ ജുനാഹുൻ, എനിക്ക് തെറ്റുണ്ടോ ഞാൻ നോമ്പ് പിടിച്ചാൽ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹിയ റുഖ്സ, അത് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ ഒരു ഒഴിവ് കഴിവാണ്. ഫമൻ അഖദ ബിഹാ ഫഹു ഹസൻ, ഒരാള് അല്ലാഹുവിന്റെ ഒഴിവ് കഴിവിനെ റുഖ്സയെ ഉപയോഗപ്പെടുത്തിയാൽ അതാണ് ഉത്തമമായ രീതി. അവൻ അഹബ്ബ അൻ യസൂമ ഫലാ ജുനാഹ അലൈഹി, അഥവാ പ്രയാസമൊന്നുമില്ലാതെ പ്ലെയിനിലുള്ള യാത്ര പോലത്തതായ പ്രയാസമില്ലാത്ത യാത്രയാണെങ്കിൽ നോമ്പ് പിടിക്കുകയാണെങ്കിൽ തെറ്റുമില്ല. പക്ഷേ അള്ളാഹുവിന്റെ റുഖ്സ ഉപയോഗപ്പെടുത്തലാണ് ഏറ്റവും നല്ല രൂപമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ഖുർആനിൽ രോഗിയെ കുറിച്ചും പറഞ്ഞപ്പോൾ രോഗിക്ക് നോമ്പ് പിടിക്കേണ്ടതില്ല, മറ്റു മാസത്തിൽ നോറ്റ് വീട്ടിയാൽ മതി. യാത്രക്കാരന് നോമ്പ് പിടിക്കേണ്ടതില്ല, മറ്റു മാസത്തിൽ നോറ്റ് വീട്ടിയാൽ മതി എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്.